വഖഫ് ഭീകരതയ്ക്കെതിരെ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാസ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സായാഹ്ന ധർണയിൽ പ്രവർത്തകർ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് കാസ അറിയിച്ചു. കറുത്ത തുണികൊണ്ട് വായ മൂടിക്കെട്ടിയും കയ്യിൽ പ്ലക്കാർഡുകളേന്തിയുമാണ് കാസയുടെ പ്രതിഷേധ സമരം. മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുക, വഖഫ് ഭീകരതയിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക, വഖഫ് വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കുക, വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. വഖഫ് ഭീകരതയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാനുള്ള നടപടികൾ ഉടനുണ്ടാകണമെന്ന് കാസ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജേക്കബ് നെൽസൺ പറഞ്ഞു. വായ്മൂടി കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ സർക്കാരിൻ്റെ ഈ കണ്ണും കാതും കരുണയുമില്ലാത്ത സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ വായ്മൂടി കെട്ടി പ്രതിഷേധം നടത്താമെന്ന് തീരുമാനിച്ചത്. മുനമ്പം നിവാസികൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, അവർ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത്. അവർ വിലയ്ക്ക് വാങ്ങി കരമടച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന വസ്തുവകകൾ പെട്ടെന്നൊരു ദിവസം അവരുടേതല്ലാതാകുന്ന ഒരവസ്ഥ. ഇത് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇന്ന് നിലവിലുള്ള നിയമം. അത് കാരണം ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം നിവാസികൾ കഴിഞ്ഞ 50 ദിവസമായിട്ട് നിരാഹാര സമരത്തിലാണ്. അവർക്ക് വേണ്ടുന്ന പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് കാസയുടെ തിരുവനന്തപുരം ഘടകം ഇന്നിവിടെ സായാഹ്ന ധർണ വായ്മൂടിക്കെട്ടി നടത്തുന്നത്. കഴിഞ്ഞ 50 ദിവസമായി മുനമ്പം ജനത നടത്തിവരുന്ന അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാസയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. വഖഫ് ഭീകരതയിൽ നിന്നും മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കാസ അറിയിച്ചു. കാസ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജേക്കബ് നെൽസൺ, സംസ്ഥാന സമിതി അംഗം ജിജു വിജയൻ തുടങ്ങി ജില്ലയിലെ നിരവധി പ്രവർത്തകരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.